അപ്പോൾ നമ്മുടെ പുതിയ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മലേഷ്യയിൽ തന്നെയുള്ള ഒരു എന്താ പറയുക ഒരു അടിപൊളി സ്ഥലമാണ് ബാട്ടു കേവ്സ്. ഇത് ഒരു മുരുകൻ ടെമ്പിളാണ്. അപ്പോൾ നമ്മൾ ഇന്ന് വിസിറ്റ് ചെയ്യാൻ പോകുന്നത് ബാട്ടു കേവ്സിലാണ്. സോ വെൽക്കം ടു ബാട്ടു കേവ്സ് മലേഷ്യ. നമ്മുടെ ഇന്നത്തെ ഡെസ്റ്റിനേഷനായിട്ടുള്ള ബാട്ടു കേവ്സിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെ കയറുമ്പോൾ തന്നെ വലിയ എന്താ പറയുക നിറയെ ആൾക്കാരാണ് കേട്ടോ. ഇവിടെ എനിക്കൊന്ന് മലേഷ്യയിൽ ഇത്രയും ആൾക്കാർ കൂടിയിട്ടുള്ള സ്ഥലം കണ്ടത് ഈ ഒരു ബാട്ടു കേവ്സിലാണ്. രാവിലെ നമ്മൾ ചെന്നിട്ടുണ്ടായിരുന്നു, പക്ഷേ ആ ഒരു നേരത്തും ഭയങ്കര ആൾക്കാരായിരുന്നു. പിന്നെ ഇതിൻ്റെ പുറത്ത് തന്നെ റെസ്റ്റോറൻറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയാലും ലഞ്ച് ആയാലും ഒക്കെ ഇവിടെ തന്നെ കഴിക്കാം. നമുക്ക് ബാട്ടു കേവ്സ് കണ്ടിട്ട് വരാം. ഐ തിങ്ക് സോ ഇറ്റ്സ് എന്താ പറയുക നാച്ചുറൽ മാൻ മെയ്ഡ് വണ്ടർ എന്ന് തന്നെ പറയും ഇതിന്. കാരണം മാൻ മെയ്ഡ് വണ്ടർ എന്നാണ് മുരുകനെ കാണാൻ വേണ്ടിയിട്ട്. ഇവിടെ ഒരു തമിഴ് കമ്മ്യൂണിറ്റിയാണ് ഇവിടെ മൊത്തത്തിലുള്ളത്. അതുകൊണ്ട് തന്നെ ആ ഒരു നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലായാലും എല്ലാം തമിഴ് ടച്ചാണ്. സോ നമുക്ക് വേറൊരു കൺട്രിയിൽ വന്നിട്ട് ഫുഡിൻ്റെ ഒരു പ്രശ്നം ഇവിടെ ഞങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടേ ഉണ്ടായിരുന്നില്ല. അതൊരു വലിയ പ്ലസ് പോയിൻ്റ് ആയിട്ട് തന്നെ എനിക്ക് തോന്നി. ഈവൻ ഫാമിലി ആയിട്ട് ചെറിയ മക്കളൊക്കെ ആയിട്ട് വരുമ്പം എസ്പെഷ്യലി അവർക്ക് ഫുഡ് കൊടുക്കാനുള്ള ഒരു ഓപ്ഷൻ കൂടിയാണ് ഇങ്ങനെയുള്ള റെസ്റ്റോറൻറ്റ്സ് ഉള്ളത്. സോ ഞങ്ങളിത് അതിൻ്റെ സ്റ്റെപ്സ് കയറാൻ പോവുകയാണ്. ഇവിടെ എനിക്ക് തോന്നുന്നു 272 സ്റ്റെപ്സ് എങ്ങാനാണുള്ളത്. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഡ്രസ്സിങ്ങിൻ്റെ കാര്യത്തിൽ ഭയങ്കര റെസ്ട്രിക്ഷൻസ് എന്നല്ല, ഒരു എന്താ പറയുക റെസ്പെക്റ്റ്ഫുൾ റെസ്ട്രിക്ഷൻ മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് അങ്ങനെ വെയർ ചെയ്യാൻ പാടില്ല ഇങ്ങനെ വെയർ ചെയ്യാൻ പാടില്ല എന്നുള്ള ഒരു എന്താ പറയുക നമ്മൾ കാലിൻ്റെ മുട്ടിന് താഴെ ഡ്രസ്സ് ചെയ്യണം എന്നേ ഉള്ളൂ. അല്ലാണ്ട് സ്ലീവ്ലെസ് ഇടുന്നതോ അങ്ങനത്തെ ഒന്നും കുഴപ്പമില്ല കേട്ടോ ഇവിടെ. അപ്പോൾ ഈ സ്റ്റെപ്പ് കയറുമ്പോൾ എനിക്ക് ഫീൽ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ താഴെ നിന്ന് നോക്കുമ്പോൾ അയ്യോ എനിക്ക് ഇതൊക്കെ കയറാൻ പറ്റുമോ എന്ന് എനിക്ക് ഭയങ്കര ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷേ കയറുമ്പോൾ അങ്ങ് കയറിപ്പോവും. പിന്നെ നമുക്ക് ഈ സ്റ്റെപ്പിന് ഈ എന്താ പറയുക ഇങ്ങനെ കുറച്ച് കുത്തനെയുള്ള സ്റ്റെപ്പായതുകൊണ്ട് നമുക്ക് കയറുമ്പം ചിലപ്പം തലകറങ്ങാൻ സാധ്യതയുണ്ട്. സോ അതുകൊണ്ട് തന്നെ രണ്ട് സൈഡിലും ഇങ്ങനെ കൈപ്പിടി ഉണ്ട്. കൈപ്പിടി അത് പിടിച്ചിട്ട് കയറുമ്പോൾ നമുക്ക് വലിയ പ്രശ്നം ഉണ്ടാവില്ല. പിന്നെ കയറിക്കൊണ്ടിരിക്കുമ്പോൾ താഴേക്ക് നോക്കിക്കഴിഞ്ഞാൽ തലകറങ്ങും. പക്ഷെ നമ്മൾ കുറച്ച് കയറിയിട്ട് അവിടെ ഇരുന്നു. എന്നിട്ട് കുറച്ചൊന്ന് റിലാക്സ് ആയിട്ടാണ് പിന്നെ കയറിയത്. ഒറ്റയടിക്ക് അങ്ങനെ കയറാനുള്ള സ്റ്റാമിനയൊന്നും എനിക്ക് എന്തായാലും ഇല്ല. ഞങ്ങളെ കൂട്ടത്തിൽ ആർക്കും ഉണ്ടായിരുന്നില്ല. പിന്നെ കുഞ്ഞിപ്പെണ്ണിയും കുറേ നടത്തി. കുഞ്ഞിപ്പെണ്ണ് പിന്നെ സ്റ്റെപ്പ് കാണുമ്പോൾ ഭയങ്കര എക്സൈറ്റ്മെൻറ്റാണ്. അങ്ങനെ കുറേ നടത്തിയിട്ടുണ്ടായിരുന്നു. കുഞ്ഞിപ്പെണ്ണി ഓൾമോസ്റ്റ് കയറ്റി നമ്മൾ. പിന്നെ കുറച്ചങ്ങോട്ട് എത്തിയപ്പോൾ എടുത്ത് നടന്നു. പിന്നെ അങ്ങ് മേലേക്ക് എത്തുമ്പോൾ ഇതുപോലെ കുറേ കുരങ്ങന്മാരുണ്ട്. അപ്പോൾ കുറേ പേര് ഇതിനൊക്കെ ഈ പഴത്തൊലിയൊക്കെ പഴം ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ തൊലിയൊക്കെ അവിടെ ഉള്ളതുകൊണ്ട് നമ്മൾ അതൊക്കെ ഒന്ന് കെയർഫുള്ളായിട്ട് നടക്കാമെന്നേ ഉള്ളൂ. പിന്നെ ഇത് വലിയൊരു കേവ് ആണല്ലോ, അപ്പോൾ ആ കേവിൽ നിന്ന് കുറേ വെള്ളം ഇങ്ങനെ താഴേക്ക് ഉറ്റുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ വഴുക്കലും ആ സ്റ്റെപ്പിൽ മേലെ എത്തുന്നുണ്ട്. അത് മാത്രമേ ആ ഒരു ഭാഗത്ത് മാത്രമേ കുറച്ചൊരു പേടി തോന്നിയിട്ടുള്ളൂ, നടക്കുമ്പോൾ വഴുതി പോകുമോ എന്നുള്ളത്. പിന്നെ നമ്മൾ കയറി മേലെ എത്തുമ്പോൾ കണ്ടേ ഇങ്ങനെ ഒരു കേവിൻ്റെ ഉള്ളിൽ ഇങ്ങനൊരു അമ്പലവും കുറേ അവിടെ നമ്മുടെ പഴനിയൊക്കെ പോലെ മുടി മൊട്ടയടിക്കുന്നതും കാത് കുത്തുന്നതും അങ്ങനെയൊക്കെ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇവിടെയൊക്കെ നമുക്ക് കയറുന്നതിന് ഒരു എന്താ ചെരുപ്പ് അവിടെ ഉരുട്ടിട്ട് നേരെ കയറി തൊഴാൻ പറ്റുന്നതാണ്. മുരുകനാണ് മെയിൻ പ്രതിഷ്ഠ വരുന്നത്. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് കുറേ നേരം നിന്നു. ഇതിൻ്റെ ഉള്ളിൽ കുറേ വവ്വാലും പ്രാവും എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പക്ഷേ ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ താഴ്ന്ന് കയറുമ്പോഴേ നല്ല ചൂടാണ് കേട്ടോ. പക്ഷേ ഇതിൻ്റെ ഉള്ളിലെത്തുമ്പം എന്താ പറയുക നമ്മൾ എ സിയിലെല്ലാം ഇരുന്ന പോലെ എന്താ തണുപ്പെന്നറിയാം. നല്ലൊരു കൂളിംഗ് ആണ് അതിൻ്റെ ഉള്ളിൽ കേട്ടോ. പിന്നെ അവിടുന്ന് മേലേക്ക് വീണ്ടും സ്റ്റെപ്പ് ഉണ്ട്. ആ സ്റ്റെപ്പ് കൂടി കയറി പോകാനുള്ള ശേഷി ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് നമ്മൾ അതുവരെ കയറി അവിടെ ഇരുന്നു. ഇതിന് മേലേക്കായിട്ടാണ് കയറിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ മേലെ കയറിയിട്ടാകുമ്പോൾ എന്ന് പറയുന്നത് നല്ല സൺലൈറ്റ്, ഡയറക്റ്റ് സൺലൈറ്റ് ആ കേവിൻ്റെ ഉള്ളിൽ കൂടെ ഉള്ളിലോട്ട് വരികയാണ്. അപ്പം ഭയങ്കര ഭംഗിയാണെന്നാണ് ഏട്ടൻ പറഞ്ഞത്. പിന്നെ ഞാൻ കയറായിരുന്നു എന്ന് പിന്നെ വിചാരിച്ചു പറഞ്ഞപ്പം. പിന്നെ അവിടെ ഭയങ്കര ഈ പറഞ്ഞ പോലെ ഒന്നാമത് ആ ചൂട് സമയത്തല്ലേ നമ്മൾ പോയത്. അപ്പോൾ അതുകൊണ്ട് ഭയങ്കര ടയേർഡായി മേലെ എത്തിയപ്പോൾ.
അതുകൊണ്ട് അവിടെ ഇരുന്ന് പോയതാണ്. പിന്നെ ഏട്ടൻ എന്തായാലും വന്നതല്ലേ എന്ന് വെച്ചിട്ട് എല്ലാം കാണണം എന്ന് പറഞ്ഞ് മേലേക്കും കൂടി കയറി. മേലേക്ക് എനിക്കൊന്നൊരു ഒരു 10-50 സ്റ്റെപ്പേ ഉണ്ടായിട്ടുണ്ടാവുള്ളൂ. പക്ഷേ ഏട്ടൻ അവിടെയൊക്കെ കയറി കണ്ടു. ഇതാണ് ഏറ്റവും മേലെ കയറിയിട്ടുള്ള ഭാഗം. കണ്ടോ, നല്ല അടിപൊളി ലൈറ്റാണ്, അതായത് സൺലൈറ്റാണ്. കണ്ടോ, അതുപോലെ സൺലൈറ്റ് ആ കേവിൻ്റെ മേലെയുള്ള ഓപ്പണിങ്ങിൽ നിന്ന് കറക്റ്റ് താഴേക്ക് അടിക്കുകയാണ്. നല്ല ഫോട്ടോസൊക്കെ കിട്ടുന്ന നല്ല അടിപൊളി സ്ഥലമാണെന്ന് പറഞ്ഞത്. അപ്പോൾ ഇതാണ് ആ ഏറ്റവും മേലെ കയറിയിട്ടുള്ള ഭാഗം. നമ്മളിവിടെ നടന്നെത്തിക്കഴിഞ്ഞാൽ നല്ല ടയേർഡാവും. ഒന്നാമത് ഇത്ര ചൂടാണല്ലോ. പക്ഷേ അവിടെ എത്തി മേലെ വെള്ളവും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ, ജ്യൂസും അതൊക്കെ ഉണ്ട് വാങ്ങാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് ആ കാര്യത്തിൽ ടെൻഷനില്ല. പിന്നെ പറയുകയാണെങ്കിൽ ഈ ഒരു കേവ് എന്ന് പറയുന്നത് ഒരു വിഷ്വൽ എക്സ്പീരിയൻസ് ആണ്. നിങ്ങളൊരു ഹിന്ദു ആണോ, മുസ്ലിം ആണോ, ക്രിസ്ത്യൻ ആണോ, അങ്ങനെ ഒന്നും നോക്കണ്ട. എന്തായാലും പറ്റുവാണെങ്കിൽ ഇതൊന്ന് വന്ന് എന്താ പറയുക, എക്സ്പീരിയൻസ് ചെയ്യണം. ഫോർഗെറ്റ് അബൌട്ട് ദ റിലീജിയസ് സിഗ്നിഫിക്കൻസ്. അതല്ലാണ്ട് ഇവിടെ വരുമ്പോൾ ഒരു വിഷ്വൽ സ്റ്റണ്ണിങ് ബ്യൂട്ടി എന്നുള്ളത് മാത്രം മൈൻഡിൽ വെച്ചിട്ട് വരാം. അപ്പോൾ നമുക്ക് ആ ഒരു ബ്യൂട്ടി സത്യം പറഞ്ഞാൽ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും കണ്ടിട്ട്. കാരണം നമ്മൾ വലിയ വലിയ ബിൽഡിങ്സ് കാണുന്നത് വാവ് എന്നാക്കുന്ന പോലെയല്ല ഇത് എന്താ പറയുക, അതിൻ്റേതായൊരു ബ്യൂട്ടി അവിടെ സ്റ്റിൽ എത്ര ഇയേഴ്സ് കൊണ്ട് എപ്പോഴും അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നത്. ഈ മേലെ തന്നെ കുറേ ഗോപുരങ്ങളും കുറേ അമ്പലങ്ങൾ പോലുള്ളത് സെപ്പറേറ്റ് ആയിട്ട് ഓരോ പ്രതിഷ്ഠയൊക്കെ വെച്ചിട്ടുണ്ട്. അവിടെയൊക്കെ നമുക്ക് തൊഴാൻ പറ്റുന്നതാണ്. പിന്നെ അവിടെയൊക്കെ എന്തൊക്കെയോ പൂജയൊക്കെ നടക്കുന്നുണ്ട്. ഭയങ്കര കാമാണ് കേട്ടോ ആ ഏരിയയും. അപ്പോൾ നമ്മൾ ജസ്റ്റ് എല്ലായിടത്തും ഒന്ന് കയറി. പിന്നെ കുറച്ചെല്ലാം ഷോപ്പ് ചെയ്യാനുള്ള സാധനങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു. അതൊക്കെ കുഞ്ഞു സാധനങ്ങളൊക്കെ നോക്കി. അത് നമ്മളെന്തായാലും അവിടെ പോയതല്ലേ എന്ന് വെച്ചിട്ട് അതൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കി. അപ്പോൾ ഈ പറഞ്ഞ പോലെ നമ്മൾ തമിഴ്നാട് പോകുമ്പോഴുള്ള ടെമ്പിൾസിൻ്റെ ഒരു മിനിയേച്ചർ പോലെയാണ് ഇവിടെ ഓരോ ഗോപുരങ്ങളും ചെയ്ത് വെച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഈ ഒരു ചെറിയ അമ്പലങ്ങളിലൊക്കെ നമ്മുടെ ഗണപതി, നന്ദി, ഇതിൻ്റെയൊക്കെ പ്രതിഷ്ഠയുണ്ട് കേട്ടോ. നമ്മൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഏരിയ മെയിനായിട്ട് ഇവരൊരു ടൂറിസ്റ്റ് ഏരിയ എന്നുള്ള രീതിയിലാണ് ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നല്ല ഫോറിനേഴ്സൊക്കെ വരുന്ന സമയത്ത് അത്രയും അവർക്ക് അട്രാക്ഷൻ തോന്നാൻ വേണ്ടിയിട്ട് കളർഫുള്ളായിട്ടാണ് ഓരോ ഏരിയയും അത്ര നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് അവർ വെച്ചിരിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഇങ്ങനെ ഇവർ മെയിൻറ്റെയിൻ ചെയ്യുന്നതിൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിവോട്ടീസിനും വരാൻ പറ്റണം, അതുപോലെ തന്നെ ടൂറിസ്റ്റിനും വരാൻ പറ്റണം. അതുകൊണ്ടായിരിക്കണം അവർ ഇതുപോലെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നത്. സോ നമുക്കിവിടെ വരുമ്പം ഭയങ്കര ഒരു ഫ്രീ ഫീലിംഗ് ആണ്. ഞാൻ ഫ്രീ എന്ന് ഉദ്ദേശിച്ചത് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നാട്ടിലൊക്കെ അമ്പലങ്ങളിലൊക്കെ പോകുമ്പോൾ ഭയങ്കര കുറേ റെസ്ട്രിക്ഷൻസ് ഉള്ള വലിയ അമ്പലത്തിലൊക്കെ ആകുമ്പം കൂടുതലും നമുക്കറിയാം, നമ്മൾ പോയവർക്കറിയാം, ഭയങ്കര റെസ്ട്രിക്ഷൻസ് ഉണ്ടാവാറുണ്ടല്ലോ. ബട്ട് ഇവിടെ അതൊന്നുമില്ല കേട്ടോ. ബേസിക് റെസ്പെക്റ്റ് കാണിക്കുക, അത്രേ ഉള്ളൂ. ഈ കേവ്സ് എന്ന് പറയുന്നത് ഭയങ്കര ഹ്യൂജാണ്. ആ കേവ്സിന് പറ്റിയ അത്രയും വലിപ്പമുള്ള മുരുകനെയാണ് ഇവർ ഇവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് കേട്ടോ. അത് ഭയങ്കര ഒരു വലിയ അത്ഭുതം എന്ന് തന്നെ പറയാം. പിന്നെ ഇവിടെ ഞാൻ പറഞ്ഞ പോലെ പിന്നെ കുറച്ച് ഷോപ്പൊക്കെ ചെയ്തു. ഈ ഹാങ്ങിങ്സും കുഞ്ഞു വളകളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനത്തെ ഒക്കെ കുഞ്ഞു സാധനങ്ങൾ വാങ്ങി. പിന്നെ ഇത് നമ്മൾ ഇറങ്ങാൻ നോക്കുകയാണ് താഴേക്ക് ഇറങ്ങാൻ കുറച്ചും കൂടിയും ഈസി ആണെന്ന് തോന്നുന്നു. ഈസി ആണെന്നല്ല, എന്നാലും കയറി അത്ര പ്രശ്നമില്ല. പക്ഷേ താഴേക്ക് നോക്കുമ്പോൾ തല ഇറങ്ങും. അതുകൊണ്ട് ആ സൈഡിൽ ഇങ്ങനെ കൈപ്പിടിയുണ്ട്, അത് പിടിച്ച് മെല്ലനെ ഇറങ്ങാൻ പറ്റും കേട്ടോ. അപ്പോൾ അതായത് നമ്മൾ താഴേക്ക് ഇറങ്ങാൻ പോവാണ്. നമ്മളെ കൂടെ കുരങ്ങന്മാരൊക്കെ ഉണ്ട് താഴേക്ക് ഇറങ്ങാൻ. താഴേക്ക് ഇങ്ങനെ മേലിൽ നിന്ന് നോക്കുമ്പം ഭയങ്കര ബ്യൂട്ടി ആയിട്ട് ആ മലേഷ്യൻ നഗരം മൊത്തത്തിലങ്ങ് കാണാം നമുക്ക്. മെല്ലനെ കൈയൊക്കെ പിടിച്ച് മെല്ലനെ നമ്മൾ ഇറങ്ങുന്നുണ്ട്. പിന്നെ നമ്മൾ ഇന്നത്തെ ദിവസം തന്നെ അടുത്ത നമ്മളെ ഡെസ്റ്റിനേഷനിൽ കൂടെ പോകാനുണ്ട്. അപ്പോൾ അതിന് മുന്നേയിട്ട് നമുക്ക് ഇവിടുന്ന് ഫുഡ് കഴിക്കണം. നമ്മൾ രാവിലെ ഇവിടെ താഴേക്കുണ്ട് കുറേ റെസ്റ്റോറൻറ്റ്, അവിടുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഫുഡ് കുഞ്ഞിപ്പെണ്ണിന് മെയിനായിട്ട് നമ്മൾ വാങ്ങി. ചോറൊക്കെ ഉണ്ട് അവിടെ. അപ്പോൾ ചോറ് പാർസൽ വാങ്ങി. എന്നിട്ട് നമ്മൾ ഇന്ന് ഇവിടെ തന്നെയുള്ള കുറച്ച് ദൂരത്തേക്കുള്ളൊരു സ്ഥലത്തേക്കാണ് പോകാൻ പോകുന്നത്, ജെൻഡിങ് ഹൈലൻഡിലേക്ക്. അത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലമാണെന്ന് കേട്ടിട്ടുണ്ട്, വീഡിയോസൊക്കെ കണ്ടിട്ടുമുണ്ട്. അപ്പോൾ അത് ഇനി എക്സ്പീരിയൻസ് ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.